അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. മുസ്ലിയാക്കന്മാരൊക്കെ തന്നെയാണ്, കാരണം അവരെ വിട്ടിട്ടുള്ള കളിയില്ല. കാരണം അവരാണ് ജനങ്ങളെ പിഴപ്പിക്കുന്നത്. സത്യം കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ജനങ്ങളെ വഴിതെറ്റിക്കുക, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക. അതിന് കൊള്ളയടിക്കാൻ വേണ്ടി അവർ ഏത് മാർഗവും അവർ സ്വീകരിക്കും. ഇപ്പൊ ഈ കൊറോണ ഒക്കെ വന്നപ്പോ ഈ മജ്‌ലിസൊക്കെ നിർത്തിയിട്ട് നേരെ ഓൺലൈനിലേക്ക് കയറി. ഇപ്പൊ അവിടെ കുത്തിയിരുന്നിട്ട് കുറെ തങ്ങന്മാർ കുറെ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുക. അത് വാരിയെടുക്കാൻ കുറെ കൗമിങ്ങൾ വേറെ, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് സംഭാവനകളൊക്കെ. പരിശുദ്ധ ഖുർആൻ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. ഇവർക്ക് സൂറത്തുൽ ഫാത്തിഹ വെച്ചിട്ട് തിന്നാം. മരിച്ചാലും അൽ ഫാത്തിഹ, ജനിച്ചാലും അൽ ഫാത്തിഹ. ഈ അൽ ഫാത്തിഹ വെച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ ഇല്ലെങ്കിലേ ഈ മുസ്ലിയാക്കന്മാർ ആകെ തെണ്ടി പോയേനെ, ആകെ പിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായേനെ. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ മഹത്തായ സൂറത്ത്, പരിശുദ്ധ ഖുർആൻ ഉമ്മുൽ ഖുർആൻ എന്നുള്ള പേരുള്ള സൂറത്തുൽ ഫാത്തിഹ, ഇത് വെച്ചിട്ടാണ് അൽ ഫാത്തിഹ വിളിച്ചിട്ട് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഓരോ മജ്‌ലിസിലും അതിനുവേണ്ടി പാതിരാ വഅദുകളും മജ്‌ലിസ് നൂറ്, സ്വലാത്ത് വാർഷികം, ആണ്ട്, ഉറൂസ്, നേർച്ച, കത്തിക്കുത്ത്, കുത്തുബിയത്ത്, മാല, മൗലിദ്, ഹദ്ദാദ്, അത് കൂടാതെ തന്നെ ഇവരുടെ ഉണ്ടാക്കിയ കുറെ ദിക്റുകളും കുറെ ബെയ്ത്തുകളും ഇതൊക്കെ പള്ളിയിൽ വെച്ച് ഇശാമഗ്‌രിബിന്റെ ഇടയിലൊക്കെ വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. പള്ളിയിൽ ഹദ്ദാദൊക്കെ വ്യാഴാഴ്ചയാണ് കൂടുതലും ഇതൊക്കെ നടക്കലൊക്കെ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പുറകിലൊക്കെ ചൂഷണത്തിന്റെ മാർഗങ്ങളാ. ചീരണി, അതോടൊപ്പം തന്നെ കൈമടക്ക്, അതൊക്കെ തിന്നാൻ കിട്ടണം. ഞാൻ ഇതൊന്നും വെറുതെ പറയല്ല. മുസ്ലിയാക്കന്മാരുടെ ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാ. ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്കുള്ള ഉത്ബോധനാണ്. അള്ളാഹു അത് ഇറക്കിയത്, പ്രവാചകനിലേക്ക് കൂടെ അത് നമുക്ക് നൽകിയത്, അത് ഒരു ആദർശമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാ. ഇവർ വിറ്റ് തിന്നെ ചെയ്യാം. ഖുർആൻ പറഞ്ഞ എത്ര സത്യമാണ് നിങ്ങൾ ഓർത്ത് നോക്ക്. മതപുരോഹിതന്മാരാണ് അവർ സമ്പത്ത് കൊള്ളയടിക്കുക, തിന്നുക, അന്യായം. ഒരു ഹക്കും ബാത്തുമില്ല മുസ്ലിയാക്കന്മാർക്ക്. ഒരാൾ മരിച്ചു കിട്ടിയ അപ്പോഴും അൽ ഫാത്തിഹയാണ്. ഇനിയിപ്പോൾ എവിടെയും ജനിച്ചാലും അവിടെയും അൽ ഫാത്തിഹ, വീട് താമസം അവിടെ അൽ ഫാത്തിഹ, തൊട്ടനും പിടിച്ചനൊക്കെ അൽ ഫാത്തിഹ. ഇത് തൊഴിലാക്കിയ കുറെ കൗമികളുണ്ട് കേട്ടോ. അവർക്ക് ഹജ്ജിന് പോവുകയാണെങ്കിലും അൽ ഫാത്തിഹ വിളിച്ചിട്ടാണ് ഹജ്ജിന്. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മകൻ പോയിട്ട് ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, തിരിച്ചു വരണം. അപ്പൊ ഹജ്ജ് അള്ളാഹ്ക്കുള്ളത്, കാവല് ബദരീങ്ങൾ. ഇതാണ് മുസ്ലിയാക്കന്മാരുടെ കോലം. എവിടെയാണെങ്കിലും ഏത് കാര്യത്തിലും അൽ ഫാത്തിഹ വിളിക്കാത്ത മുസ്ലിയാക്കന്മാരില്ല. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്ക്. എത്ര വിദഗ്ധമായിട്ടാണ് മുസ്ലിയാർ സമൂഹത്തിന് ചൂഷണം ചെയ്യുന്നത്. അത് കേട്ട് എത്ര നിരപരാധികളാണ് ആ വലയിൽ പെട്ടുപോകുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടോക്ക്. 10,100 ഉറുപ്പിക സഹോദരിയാണ് അല്ലേ, സഹോദരിയാണ്. അവരുടെ ഭർത്താവിൻ്റെ കച്ചവടത്തിൽ റാഹത്ത് ഉണ്ടാവാനും മരിച്ചവർക്ക് വേണ്ടിയും അതേപോലെ കുടുംബത്തിൽ ബർക്കത്ത് ഉണ്ടാവാനും ഒക്കെ. അപ്പോൾ ഒരു ഫാത്തിഹ ഇവിടെ, ഒരു ഫാത്തിഹ നമ്മൾ അവിടെയും അല്ലേ. ഇപ്പം 2 ഫാത്തിഹ ആർക്കും വിഷമമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടപ്പം നിർത്തും ഞാൻ. അൽ ഫാത്തിഹ. നുജൂം കുടുംബസമാധാനത്തിനും മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാൻ എത്ര? 5000. നൗഷാദ് 5000. അവർക്ക് 2 കൂടെ ഒരു ഫാത്തിഹ നമ്മൾ അവർക്ക് കടം വീടാനും മരിച്ചവർക്കും ഒക്കെ വേണ്ടിയിട്ട് 2 ആളുകൾ 5000 പറഞ്ഞു, 10000. അൽ ഫാത്തിഹ. പരിശുദ്ധ ഖുർആൻ വെച്ചിട്ട് വിറ്റ് തിന്നാം മുസ്ലിയാക്കന്മാര്. അതാണ് ഖുർആൻ പറഞ്ഞത്. മതപുരോഹിതന്മാരിൽ നിന്ന് ജനങ്ങൾ അന്യായമായിട്ട് പണം സമ്പാദിച്ച് പണം തിന്നുന്നവരാണ് ഖുർആൻ പറയാൻ കാരണം അതാണ്. സൂറത്തുൽ ഫാത്തിഹ വെച്ചിട്ട് അൽ ഫാത്തിഹ, അവിടെ ഒരു ഫാത്തിഹ, ഇവിടെ ഒരു ഫാത്തിഹ, ഇങ്ങനെ പറഞ്ഞിട്ട് ഫാത്തിഹ ഓതിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാം, പണം സമ്പാദിക്കാം. പണത്തിന് വേണ്ടി ഇവർ എന്തും ചെയ്യും. അതിനു വേണ്ടി മജ്‌ലിസ് നൂറ്, അൽ മഹദത്തുൽ ബദരിയ, അതുപോലെ കുത്തുബിയത്ത്, പിന്നെ സ്വലാത്ത് മജ്‌ലിസ്, വാർഷികം, ആണ്ട്, അതേപോലെ മാല, മൗലിദ്, ഇതേപോലെയുള്ള കുറെ പിന്നെ പാതിരാ വഅദുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കുക. എന്തിനാ? ഇതിന്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കലല്ല. പിന്നെ ഇവർ എഴുതിണ്ടാക്കിയ കുറെ കാര്യങ്ങൾ അത് വിറ്റ് പോകണം, അവരുടെ പുസ്തകങ്ങൾ വിറ്റ് പോകണം. ഇപ്പോൾ മൻസിൽ മഫാസിൽ പോലെയുള്ള സാധനം ഇറങ്ങിയിരുന്നു. അതിന്റെ ഏജന്റുമാരായിട്ട് നിരപരാധികളായ കുറെ സഹോദരിമാരാണ് അതിന്റെ പുറകിൽ ഉണ്ടായത്. അപ്പോൾ അതിൽ കടം വിടാനുള്ള എല്ലാ പരിപാടിയും ഹിക്മത്തൊക്കെ അതിലുണ്ട്. ഏതില്? ഈ മൻസിൽ മഫാസിൽ പോലെയുള്ളതിലുണ്ട്. എന്നിട്ടോ അത് ആ മൂപ്പ് എഴുതിണ്ടാക്കിയ ആൾ ഇത് വിറ്റിട്ടാണ് കടം വിട്ടണത്. ഇതാണ് അവസ്ഥ. ഇതൊന്നും ജനങ്ങൾ ചിന്തിക്കുന്നില്ല. ഇപ്പൊ നോക്ക് നിങ്ങൾ, നമുക്ക് സാമ്പത്തികമായിട്ട് പള്ളിയുടെ അള്ളാഹുവിന്റെ ഭവനം മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ, അതിനൊക്കെ പൈസ ആവശ്യമുണ്ട്. പക്ഷെ അൽ ഫാത്തിഹ വിളിച്ച് പണ്ടാക്കുന്ന ഇസ്ലാമിന് പരിചയമില്ലാത്ത കാര്യമാണ്. ഒരുപാട് പ്രശ്നവും പ്രയാസങ്ങളും സഹിച്ചവരാണ് മുൻഗാമികൾ. അവരാരും അൽ ഫാത്തിഹ വിളിച്ചിട്ട് തിന്നിട്ടില്ല, ഇതുപോലെ ചൂഷണം ചെയ്തിട്ടില്ല. ഇപ്പൊ നോക്കി, ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ,
പിന്നെ 11,001 രൂപയാണ് ഒരു സഹോദരി കൊടുത്തത്. കാരണം സഹോദരിമാരാണ് ഇതിൽ ചെന്ന് ചാടുക. കാരണം അവരാണ് ഈ കാലിലെ കമ്മലൂരി കൊടുക്കുക, ഭർത്താവിന് ആഫിയത്ത് കിട്ടാൻ, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ, ഗൾഫിൽ പോകാൻ, അതേപോലെ തിരിച്ചു വരാൻ, യാത്ര പിന്നെ മുന്നോട്ട് പോകാൻ, ഭംഗിയായിട്ട് അവിടെ എത്തിച്ചേരാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ സഹോദരിമാർ കാതിലെ കമ്മലും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒരു ബക്കറ്റ് ഇട്ട് കൊടുക്കും മുസ്ലിംമാർക്ക് തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുസ്ലിംമാർ അത് വാങ്ങിക്കൊണ്ട് പോയിട്ട് അവരെ കുടുംബവും അവരെ പിന്നെ കുട്ടി മക്കളുമായിട്ട് അവരങ്ങനെ ജീവിക്കുക, സുഖമായിട്ട് ജീവിക്കുക, അവർ മാളിക വെച്ച് കിട്ടുക, അവർ ആഡംബരമായിട്ട് ഇങ്ങനെ ജീവിക്കുക, പണം പിരിക്കുക, തിന്നാം അന്യായമായിട്ട്. ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും മുസ്ലിംമാരെ. കാരണം പരലോകത്ത് അള്ളാഹു ചോദിക്കും പണം എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അൽ-ഫാത്തിഹ വിളിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് മുസ്ലിംമാര്. അതുകൊണ്ട് മുസ്ലിംമാർ തന്നെ പിടിക്കണം. ഇവരാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത്, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാ മാർഗവും ഇവർ കാണും. ഇപ്പൊ ഈ നോക്കി പൈസ കൊടുത്തതൊക്കെ നോക്ക്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഈ 11,001 രൂപ കൊടുത്തത് മരിച്ചവർക്ക് വേണ്ടിയും പിന്നെ ഭർത്താവിന് കച്ചവടത്തിൽ പിന്നെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മരിച്ചു കഴിഞ്ഞ് മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞ് നിർവഹിച്ച് മറവ് ചെയ്ത് കഴിഞ്ഞ പിന്നീട് എന്തിനാ ഈ ഫാത്തിഹ കൂട്ടരെ? പിന്നെ എന്തിനാ ഈ ഫാത്തിഹ? ഈ ഫാത്തിഹ വെച്ചിട്ട് പിന്നെ ഇവര് ഫാത്തിഹ എന്ന് വെച്ച് ഹദിയ ചെയ്യുക, ഖുർആൻ ഓതി ഹദിയ ചെയ്യുക, ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യുക, സ്വലാത്ത് മജ്ലിസിൽ പോകുക, മജ്ലിസ് നൂറ്, അൽ മഹദത്തുൽ ബദരി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറെ കൃതികളുണ്ട് ഇവരെ കയ്യിൽ. അതൊക്കെ ലക്ഷ്യം എന്താണ്? പൈസ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതൊക്കെ. കുടുംബത്തെ സമാധാനം കിട്ടാൻ, അതേപോലെ തന്നെ മരിച്ചവർക്ക് 5,000 ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൈസ വെക്കുന്നത്. അവിടെ അൽ ഫാത്തിഹ, ഇവിടെ ഒരു ഫാത്തിഹ, എല്ലാവർക്കും രണ്ടുപേർക്കും ഒരു ഫാത്തിഹ, ഇങ്ങനെ ഫാത്തിഹ വെച്ച് വിറ്റ് തരുന്ന രംഗമാണ് ഈ കണ്ടത്. ഇവരൊക്കെ ഉള്ള കാലത്തോളം ഈ സമൂഹം മുന്നോട്ട് പോകൂല. ഈ സമൂഹം എപ്പോഴും ഇവരുടെ ഈ മാലയിലും മൗലിദിലും ഇങ്ങനെ തളച്ചിടുകയാണ്. അതിനാണ് ഈ പാതിര വയലുകൾ മറ്റുള്ള വയലുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല. ഇസ്ലാം പഠിപ്പിച്ച കാര്യം തന്നെ ഒരുപാട് ചെയ്യാനുണ്ട്. ഇപ്പൊ സക്കാത്താണെങ്കിലും സ്വതക്കാണെങ്കിലും ദാനധർമ്മമാണെങ്കിലും ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. പക്ഷേ അൽ ഫാത്തിഹ ഖുർആൻ വെച്ച് വിറ്റ് തിന്നാം. ഇങ്ങനെ കുറെ മുസ്ലിയാക്കന്മാരും കുറെ തങ്ങന്മാരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇയാൾ മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവർ ഈ വർഗം ഉണ്ടല്ലോ, ഈ മുസ്ലിയാക്കന്മാർ തങ്ങന്മാരെന്ന് പറഞ്ഞൊരു വർഗം, അങ്ങനെ തങ്ങന്മാർ ഇഷ്ടം പോലെ യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ കയറി നിന്നിട്ട് ഒരുപാട് ഇങ്ങനെ പിന്നെ ഇളക്കിയിട്ട് ഈ പാവപ്പെട്ട ആൾക്കാർ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേര് തങ്ങന്മാരുണ്ട്. ഇവരൊക്കെ ചൂഷണത്തിന്റെ മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ രംഗം നിങ്ങൾ കണ്ടത്. ഇവരൊക്കെ ഉള്ള കാലത്തോളം ഈ സമൂഹം അവർ തിന്നു കൊടുക്കും, സമൂഹം ഇങ്ങനെ നരകത്തിലേക്ക് പോവുകയും ചെയ്യും. കാരണം അവർ ദീൻ പഠിക്കണില്ല. കാരണം ഇവരാണ് കൃത്യമായിട്ട് മരിച്ചവർക്ക് വെളിച്ചം കൊടുക്കുന്നവരും ലൈറ്റ് കെടുത്തുന്നവരും ലൈറ്റ് ഓഫ് ആക്കുന്നവരും പിന്നെ അതേപോലെ മറ്റുള്ള ഇതൊക്കെ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യുന്നതും ഇതൊക്കെ മുസ്ലിയാക്കന്മാരാ. അതൊക്കെ ഇവരെ കയ്യിലുള്ളത്. ഇത് ജനങ്ങളിങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണേ. നമ്മളിന്ന് മരിച്ചു പോയി കാര്യം മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതിന് അൽഫാത്തിഹ വിളിക്കേണ്ട കാര്യം എന്ത്? അൽഫാത്തിഹ വിളിച്ചിട്ട് 5,000 റുപ്യയും 10,000 പിന്നെ 10,000 റുപ്യ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇല്ല. അപ്പൊ സാധുക്കളായ ജനങ്ങൾ ദീൻ പഠിക്കാൻ പാടില്ല. ദീൻ പഠിച്ചാൽ പണം ഇവരെ അന്നം മുട്ടിയാൽ പിന്നെ ജീവിക്കാൻ വഴിയില്ലല്ലോ. അതാണ് നേരത്തെ പറഞ്ഞത്. ഫാത്തിഹ ഇല്ലെങ്കിൽ ഒരു തെണ്ടിയനെ. ഇതാണ് അവസ്ഥ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.